ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഒരുപാട് കാലമായി വീഡിയോ ചെയ്തിട്ട് ഒന്നുമില്ല, ഒരു ടച്ച് അങ്ങ് വിട്ടുപോയി. കുറച്ച് ബിസിയാണ്, എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ വെച്ചു ഇടയ്ക്കൊന്ന് വീഡിയോസൊക്കെ ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലും റീൽസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണുള്ളത് TRT സൈക്കിൾ. അതായത് അതിൻ്റെ കൂടെ ഞാൻ പ്രീമോയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് സെയിം ഡോസിൽ. ടെസ്റ്റ് 125, അതുപോലെ തന്നെ പ്രീമോ 125. ടോട്ടൽ വീക്ക്ലി ഡോസ് വരുന്നത് 250 mg ടോട്ടൽ. ഓക്കെ, സോ ഇങ്ങനെ ഒരു അനബോളിക് ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓൾമോസ്റ്റ് 2 മന്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജേണിയിലുള്ളത്. ഇനി ഒരു മാസം കൂടെ ചെയ്തിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്ത് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് വീണ്ടും ഒരു വലിയൊരു ബ്ലാസ്റ്റിലേക്ക് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. ഞാൻ ഇതിൽ ഇടയ്ക്ക് വീഡിയോസ് ചെയ്യാം, ഓക്കെ, ലോങ് വീഡിയോസ്. ഞാനിപ്പം ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ ജിമ്മിലേക്ക് പോവാണ്. ജിമ്മിൽ പോയിട്ട് ഇന്ന് ഷോൾഡേഴ്സ് ആൻഡ് ട്രൈസെപ്സ്, ഒരു ചെസ്റ്റിന് വർക്കൗട്ട് ഉണ്ടാവും. സോ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഗൈസ്, ഞാൻ ജിമ്മിലെത്തിയിട്ടുണ്ട്, ലിഫ്റ്റിലാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഷോൾഡേഴ്സാണ് വർക്കൗട്ട് ചെയ്യുന്നത്. എന്നിട്ട് നോക്കാൻ തിരക്കുണ്ടായില്ല, അതുപോലെ അനുസരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഞാൻ ലാറ്റർ റൈസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നോർമലി അങ്ങനെ തന്നെ ചെയ്യാറ്. ഇപ്പം ചെസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പുഷ് ആണെങ്കിലും ഷോൾഡേഴ്സ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പുഷ് ആണെങ്കിലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാറ്റർ റൈസിലാണ്. കാരണം ബെൽറ്റ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതെനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട്. എൻ്റെ കോമ്പറ്റീഷന് ശേഷം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം എൻ്റെ ഏർലി ടൈം ഞാൻ മൊത്തം ഫോളോ ചെയ്തത് ഈ ഒരു രീതിയിലാണ്. സോ അപ്പോൾ അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം സെക്കൻഡ് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടതാണ് ഫ്രണ്ട് ഡെൽറ്റ്. ഫ്രണ്ട് ഡെൽറ്റ് തന്നെ കമ്പാരിറ്റീവ്ലി വീക്കറാണ്. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. പിന്നെന്താ, റിയർ ഇമ്പ്രൂവ് ആകുന്നുണ്ട് അത്യാവശ്യം. എന്താ പറയുക, സെയിം ഈ കോമ്പറ്റീഷൻ സമയത്ത് തന്നെ ഞാനതും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ റിയറിനും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്. ഇനിയിപ്പോൾ ഫ്രണ്ടാണ് മൈൻഡിലുണ്ട്, എന്താ പറയുക, ഓർക്കാണ്ട് മിസ്സായിപ്പോയൊരു ബോഡി പാർട്ട്. സോ അത് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകണം. സോ അപ്പോൾ നെക്സ്റ്റ് വർക്കൗട്ട് വന്നിട്ട് ഫ്രണ്ട് ഷോൾഡർ പ്രസ് ഫ്രണ്ടിലോട്ടേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലോട്ടേക്ക് ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ടാർഗറ്റ് ഇട്ടാൽ വേണ്ടിയിട്ട് ഫ്രണ്ട് ഡെൽറ്റയിലേക്ക്. ഓക്കെ, ഗൈസ്, അപ്പോൾ 2 വർക്കൗട്ട് ഫിനിഷ് ചെയ്ത് ലാറ്റർ റൈസസും പിന്നെ ഫ്രണ്ട് പ്രസ്സും. അപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് റൈസ്. ഇത് ഞാൻ എന്താ പറയുക, ഒരുപാട് കാലം, ഒരു 1-2 ഇയേഴ്സിന് മേലെ ചെയ്യാത്ത, സ്കിപ്പ് ചെയ്തൊരു വർക്കൗട്ട് ഇത് ചെയ്യാറേയില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് ടൈമായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്യാൻ. സോ അപ്പോൾ ആ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെന്താ, അങ്ങനെ പിന്നെ സ്ട്രഗ് ചെയ്യണം. സ്ട്രഗ് ഞാൻ തീരെ ചെയ്യില്ല, പക്ഷേ അതിൻ്റെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മസിൽ എന്താണെന്ന് വെച്ചാൽ ട്രാപ്സ് ആയിരിക്കും. സ്ട്രഗിനും വർക്കൗട്ട് കൊടുക്കണം. റിയൽ ഡെൽറ്റ് വേണ്ട, ഇന്നലെ ഞാൻ ബാക്കിന് ചെയ്തതാണ്, സോ അത് വേണ്ട. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വർക്കൗട്ട്.
അയ്യോ ഗൈസ്, അങ്ങനെ വർക്കൗട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബെഞ്ചിൻ്റെ പോലെ ഞാൻ ചെസ്റ്റ് വർക്കൗട്ട് സ്കിപ്പ് ചെയ്ത് ഷോൾഡറും ട്രൈസെപ്സും അങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ പോയിട്ട് ഫുഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്യാൻ ചൂടാക്കിയിട്ട് അത് കഴിക്കണം. പിന്നെ ഈവനിങ് വർക്കുണ്ട്, കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ ഡേ. അപ്പോൾ അത്ര തന്നെ. ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്യാൻ കാണിച്ചു ഞാൻ ബോഡീൻ്റെ സിറ്റുവേഷൻ എന്താണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ബോഡീൻ്റെ കറണ്ട് കണ്ടീഷൻ. എന്താ പറയുക, ഓക്കെ കുഴപ്പമില്ല. ഐ തിങ്ക് 20% ബോഡി ഫാറ്റിനേക്കാളും കുറവാണ്. എന്തായാലും ഒരു 90 18 ബോഡി ഫാറ്റേ കാണത്തുള്ളൂ. പിന്നെ വെയിറ്റ് വരുന്നത് 84 kgs ഉണ്ട്. ബട്ട് എൻ്റെ ഫ്രെയിമിൽ ഒട്ടും എന്താ പറയുക മതിയാവാത്തത്രയല്ല, ഇനിയും ഫില്ലാകാനുണ്ട് ഒരുപാട്. കാരണം ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, ഫ്രെയിം കുറച്ച് വലിയ ഫ്രെയിമാണ്. സോ വെയിറ്റ് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ ഡ്രസ്സിലൊക്കെ കാണാൻ മാത്രം ഹ്യൂജ് ആയിട്ടുണ്ടാവുക, ഫുൾനെസ് കിട്ടത്തുള്ളൂ. സോ 84 എൻ്റെ ഹൈറ്റിന് അതൊരു വെയിറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെയാണുള്ളത് ബോഡി കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ റൂമിലേക്ക് പോയിട്ട് വരാം. ഓക്കെ, ബൈ.